കാത്തിരുന്നു കാത്തിരുന്ന് കണ്ണ് കഴിച്ചു. അവസാനം പത്മജയ്ക്കും ലോട്ടറി അടിച്ചു. പത്മജ കോൺഗ്രസ് വിട്ട BJP-യിലേക്ക് എന്ന വാർത്തയ്ക്ക് ശേഷം പത്മജ BJP-യിലുണ്ടോ എന്നറിയണമെങ്കിൽ ഒന്ന് സൂക്ഷിച്ച് നോക്കണമായിരുന്നു. ഇപ്പോൾ ഇതാ പത്മജയെ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് തോൽക്കാനുള്ള കച്ചമുറുക്കുകയാണ് BJP. കോൺഗ്രസുകാർക്കപ്പുറം തലമുതിർന്ന രാഷ്ട്രീയക്കാരന്റെ മകളായ പത്മജ BJP-യിൽ ചേർന്നത് ജനങ്ങളിലും വലിയ വിദ്വേഷം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോ പിന്നെ പത്മജയ്ക്ക് ഏത് മണ്ഡലം കൊടുത്താലും ഗോവിന്ദ. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കുള്ള ഒരുക്കം BJP തുടങ്ങിക്കഴിഞ്ഞു. അധപതനത്തിലേക്കുള്ള ദൂരം മനസ്സിലാക്കാൻ BJP-യുടെ ഓരോ ഓഫീസിലും ക്ലോക്കുകൾ സ്ഥാപിച്ചും സ്ഥാനാർത്ഥികളെ മുൻകൂട്ടി നിശ്ചയിച്ചും BJP അടിക്കടി ഗോൾ അടിക്കുകയാണ്. BJP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച ലിസ്റ്റിൽ പത്മജയുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. 2026-ലെ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ BJP സ്ഥാനാർത്ഥികളെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു. 50 സീറ്റുകളിൽ നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് BJP ഒരുങ്ങിയത്. അതിൽ 25 പേരുടെ ലിസ്റ്റ് പുറത്തു വന്നപ്പോൾ അതിൽ പത്മജയും ഉണ്ടായിരുന്നു. വട്ടിയൂർക്കാവിൽ പത്മജ വേണുഗോപാൽ സ്ഥാനാർത്ഥിയാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. യഥാർത്ഥത്തിൽ BJP പത്മജയ്ക്ക് ഇട്ടുകൊടുത്ത ഒരു ഉഗ്രൻ പണിയാണ് ഇതെന്ന് തന്നെ വേണം പറയാൻ. കാരണം കോൺഗ്രസിന്റെ വട്ടിയൂർക്കാവ് മുഖം പത്മജയുടെ സഹോദരൻ K മുരളീധരനാണ്. അതുകൊണ്ട് തന്നെ പത്മജ തോറ്റു തുന്നമ്പാടുമെന്ന കാര്യത്തിൽ സംശയമേ വേണ്ട. ലോക്സഭ ഇലക്ഷന് വേണ്ടി വട്ടിയൂർക്കാവ് വിടേണ്ടി വന്ന മുരളീധരൻ തിരികെ വീണ്ടും അവിടേക്ക് വരുന്നുവെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. നിയമസഭാ മന്ദിരം ഇരിക്കുന്ന ഈ മണ്ഡലത്തിൽ അടപടലം തോൽക്കാനുള്ള വരവാണ് പത്മജ. കഴിഞ്ഞ തവണ മുരളീധരൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ കോൺഗ്രസ് 3-ാം സ്ഥാനത്തും BJP 2-ാമതും CPIM 1-ാമതും വന്നിരുന്നു. എന്നാൽ ഇത്തവണ മുരളീധരൻ വരുന്നതോടെ കോൺഗ്രസ് 3-ൽ നിന്നും 1-ലേക്കും BJP 2-ൽ നിന്നും 3-ലേക്കും വീഴും എന്നുറപ്പാണ്. വട്ടിയൂർക്കാവിൽ മുരളീധരന് ഒരു മുഖമുണ്ട്, അത് ഒഴിച്ചുകൂടാനാകാത്തതാണ്. കോൺഗ്രസ് ശക്തി കേന്ദ്രങ്ങളിൽ മുരളീധരൻ ഉറപ്പിക്കുന്നതോടെ അവിടെ സഹോദര മത്സരമാകും ഉണ്ടാവുക. നിയമസഭാ ഇലക്ഷന് വട്ടിയൂർക്കാവ് മണ്ഡലം ഏറെ ശ്രദ്ധ നേടുമെന്ന കാര്യത്തിൽ തർക്കമേയില്ല. രാഷ്ട്രീയമായി 2 സഹോദരങ്ങൾ മത്സരിക്കുന്ന ഇടമായതുകൊണ്ട് തന്നെ ആരാകും ജയിക്കുക എന്നത് ആകാംക്ഷയോടെ ജനങ്ങൾ നോക്കിക്കാണും. പാരമ്പര്യമായുള്ള കോൺഗ്രസ് വോട്ടുകൾ പത്മജയ്ക്കൊപ്പമോ അതോ മുരളീധരനൊപ്പമോ എന്നതാകും ഇനി കൂടുതൽ നോക്കുക. വട്ടിയൂർക്കാവ് മുരളീധരനെ തന്നെ നമുക്ക് ഉറപ്പിക്കാം. ഇനി അഥവാ കോൺഗ്രസ് ഇതുവരെ മുരളീധരനെ കുറിച്ച് ചിന്തിച്ചിട്ട് കൂടി ഇല്ലെങ്കിലും പത്മജയെ BJP പ്രഖ്യാപിച്ച സ്ഥിതിക്ക് ഇനി എന്തായാലും അവിടെ മുരളീധരൻ തന്നെയാകുമെന്ന കാര്യം നമുക്ക് ഉറപ്പിക്കാം.